വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള ബികോം 5th സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ്. ഇതിൽ BISലത്തെ ലാസ്റ്റ് ചാപ്റ്റർ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിങ്ങിൻ്റെ ലാസ്റ്റ് ടോപ്പിക്ക് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്, ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് തൊട്ട് മുമ്പുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ചാപ്റ്ററിൽ തന്നെ വേറെ ഡിഫറെൻറ്റ് ടോപ്പിക്സാണ്, അത് കംപ്ലീറ്റ് ആക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് ആദ്യം കാണുക, ദെൻ എഗെയിൻ ഈ ഒരു വീഡിയോസും കൂടി കാണുക, നോട്ട് എഴുതി പഠിച്ചേക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ടൈം കളയാനില്ല, നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. നമ്മുടെ ഈ വീഡിയോ ചാനലിൽ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, അതേപോലെ തന്നെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും വിത്ത് എക്സ്പ്ലനേഷൻ, essay ക്വസ്റ്റ്യൻ ആയാലും 2 മാർക്സ് ആയാലും അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷനൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക, എക്സാമിന് മുമ്പ് തന്നെ കണ്ട് നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ. ടോപ്പിക് ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് BPR, ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിങ്ങിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ ചലഞ്ചസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡ്രോബാക്ക് ഏതാണോ ചോദിക്കുന്നത്, ഇതിനൊക്കെ ഈ പറയുന്ന ചോദ്യങ്ങൾ ഏത് ചോദിച്ചാലും ആൻസർ ഞാൻ ഈ പറയാൻ പോകുന്നതാണ് എഴുതേണ്ടത്. ഓക്കെ, ഇഷ്യൂസ്, ചലഞ്ചസ്, ഡിമെറിറ്റ്സ്, പ്രോബ്ലം, ചലഞ്ചസ് ഓഫ് BPR. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് പ്രോപ്പർ നോളേജ് ഓഫ് റീ എഞ്ചിനീയറിംഗ്. അതായത് റീ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റീഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ റീതിങ്ക് ചെയ്തിട്ട് നമുക്കിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ വീണ്ടും നല്ല രീതിയിലേക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന് ആ ചെയ്യുന്ന ഫങ്ഷൻസ് കുറച്ചും കൂടി സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ആ പറയുന്നതിൽ അതിനെക്കുറിച്ചിട്ട് നോളേജ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ അത് എങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഐഡിയ ഇല്ലാതിരുന്നാൽ അത് നമുക്ക് ആ പറയുന്ന പ്രോസസ്സ് എന്ത് തന്നെ ആയിരിക്കും, ഫെയിലിയർ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രോപ്പർ നോളേജ്, റീ എഞ്ചിനീയറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോളേജ് ഇല്ലാതിരുന്നാൽ അതും ഒരു പ്രോബ്ലമായിട്ട് വരുന്നത്. സെക്കൻഡ്, റീ എഞ്ചിനീയറിംഗ് ടു മെനി പ്രോസസ് അറ്റ് ദ ബിഗിനിങ്. അത് റീ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ കുറേ ഇനീഷ്യൽ സ്റ്റേജിൽ കുറേ സ്റ്റെപ്സിലൂടെയാണ്, അല്ലെങ്കിൽ കുറേ വർക്ക്, പ്രോസസ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് കുറേ ഉണ്ട്, കൂടുതൽ സമയവും എടുക്കും, കൂടുതൽ പ്രൊസീജിയറും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കത് കൂടുതൽ സമയം എടുക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ആരും അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ഡ്രോബാക്ക് വരും, കൂടുതൽ സമയം എടുക്കേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അതല്ലെങ്കിൽ അപ്പോൾ വേറെ ഇത് വേണ്ട, ഇപ്പം നിലവിൽ ഇപ്പോൾ എങ്ങനെയാണോ അതേപോലെ മതി എന്ന് പറയുന്നതും ഉണ്ടാവും ചില ഓർഗനൈസേഷനിൽ. അപ്പോൾ അതും ഒരു പ്രോബ്ലമായിട്ട് അല്ലെങ്കിൽ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാക്ക് ഓഫ് ട്രെയിനിങ് ഇല്ലാതെ, അപ്പോൾ ഇപ്പോൾ എവിടത്തുള്ള എംപ്ലോയീസിന് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ഇതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് റീഡിസൈൻ ചെയ്യേണ്ടത്, പെർഫോമൻസ് എങ്ങനെ നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ പറ്റും, ഇല്ല എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും, അതിനുള്ള ഐഡിയാസ്, മെത്തേഡ്സ്, ടെക്നിക്സ് അതിനെക്കുറിച്ചിട്ടൊന്നും ട്രെയിനിങ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതും ഒരു ഡ്രോബാക്കായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ലാക്ക് ഓഫ് പ്രോപ്പർ നോളേജ് ഓഫ് റീ എഞ്ചിനീയറിംഗ്, ദെൻ റീ എഞ്ചിനീയറിംഗ് ടു മെനി പ്രോസസ് അറ്റ് ദ ബിഗിനിങ്, ദെൻ ലാക്ക് ഓഫ് ട്രെയിനിങ്. ദെൻ നെക്സ്റ്റ് പറയുന്ന പോയിൻ്റാണ് ഡിലേ ഡ്യൂ ടു ഡീറ്റെയിൽഡ് പ്രോസസ് അനാലിസിസ്. നമുക്ക് ഈ പറയുന്ന ഓരോ പ്രോസസ് അനാലിസിസ് നമുക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന റീ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റേജസും അല്ലെങ്കിൽ ഓരോ പ്രോസസ്സ്, നമ്മൾ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ BPRൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് എന്ന് പറഞ്ഞില്ലേ, ആ ഓരോ സ്റ്റേജസും പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമുക്ക് ആ ഓരോ സ്റ്റേജസും കടന്നു പോവില്ല. നമ്മൾ അതിന് ഓരോ സ്റ്റേജസും എന്തായിരിക്കും, കൂടുതൽ സമയം എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്യുക, അത് മനസ്സിലാക്കി എടുക്കാനും കൂടുതൽ പാട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡിലേ വരുന്ന ഓരോ സ്റ്റേജും നമുക്ക് മനസ്സിലാക്കിയെടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഉള്ള ടൈം അത്രത്തോളം ലാഗ് ആവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതും ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് അതും ഒരു എന്താ പറയുക, നമുക്ക് റിസൾട്ട് കിട്ടാനും ഡിലേ ആവും എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് ഇംപ്രോപ്പർ മോണിറ്ററിംഗ് ആണ്. മോണിറ്ററിംഗ് ചെയ്യുന്നത് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ ആ മോണിറ്ററിംഗ് ചെയ്യാനുള്ള ആൾക്ക് അതിനുള്ള നോളേജ് ഇല്ലാതിരിക്കുക, ട്രെയിനിങ് ഇല്ലാതിരിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണെങ്കിലോ അതും ഒരു പ്രോബ്ലമായിട്ട് വരും. അപ്പോൾ ഇംപ്രോപ്പർ മോണിറ്ററിംഗ് ആണെങ്കിൽ അതും ഫെയിലിയർ ആവും. കാരണം നമുക്ക് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന ആൾ, അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്ക് അതിനെക്കുറിച്ച് നോളേജ് ഉണ്ടായിരിക്കണം, അവർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ലേ. എന്നാൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇത് ശരിയാണോ അല്ലയോ, അല്ലെങ്കിൽ ഒരു ഐഡിയാസ് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഇതിൽ വല്ല ഡ്രോബാക്ക് ഉണ്ട്, അല്ലെങ്കിൽ അതിനിങ്ങനെ ചെയ്യണം, മാറ്റം വരുത്തണം എന്നൊക്കെ പറയാൻ അറിയണ്ടേ. അപ്പോൾ മോണിറ്ററിംഗ് പ്രോപ്പറായിട്ടില്ലെങ്കിൽ അതും ഒരു ഫെയിലിയർ ആയിട്ട്, നമ്മുടെ BPRൻ്റെ ഒരു ഫെയിലിയർ ആയിട്ട് വരും.
പിന്നെയുള്ളത് ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം എംപ്ലോയീസ്. എംപ്ലോയീസിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടാതിരിക്കുക. അതായത് എന്തായാലും പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് മെഷീൻസ് മാത്രമല്ലല്ലോ വർക്ക് ചെയ്യുക, എംപ്ലോയീസും വേണം. അപ്പോൾ എംപ്ലോയീസിന് അവരത് സപ്പോർട്ട് ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ എക്സിസ്റ്റിംഗ് നിലവിലുള്ള വർക്കുകൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവും. പുതിയതായിട്ട് റീ എഞ്ചിനീയറിങ് ചെയ്യുക അല്ലെങ്കിൽ റീഡിസൈൻ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും, കൂടുതൽ വർക്ക് ലോഡ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചില എംപ്ലോയീസ് അത് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരുന്നാലും നമുക്ക് BPRൽ പ്രോബ്ലം എറേസ് ആവും. പിന്നെ പറയുന്നത് ഡിലേ ഇൻ അച്ചീവിങ് റിസൾട്ട്. റിസൾട്ട് എന്തായാലും കിട്ടാൻ അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ കുറേ താമസം വരും. അതായത് ഓരോ പ്രോസസ്സും അല്ലെങ്കിൽ ഓരോ സ്റ്റേജസും കടന്നു പോകുന്നത് അല്ലെങ്കിൽ അത് ചെയ്ത് റെഡിയാക്കി വരുമ്പോൾ തന്നെ സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മളിപ്പോൾ ഇറക്കി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പുതിയൊരു മെത്തേഡ് അല്ലെങ്കിൽ ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വന്നോ ഇല്ലയോ എന്ന് അറിയാൻ റിസൾട്ട് തന്നെ എന്തായിരിക്കും, കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും വരിക. പിന്നെ അൺസാറ്റിസ്ഫാക്ടറി അപ്രൈസൽ സിസ്റ്റം. അതായത് ഇവിടെ ഈ പറയുന്ന വർക്ക് നമ്മൾ പറഞ്ഞില്ലേ, പുതിയതായിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നിലവിലുള്ള വർക്കുകളെ മാറ്റി പുതിയതായിട്ട് ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ പുതിയ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നു, കോസ്റ്റ് കുറച്ചിട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പോൾ ഉള്ള ഓൾറെഡി ഉള്ള വർക്കിംഗ് അവേഴ്സ് കൂടാതെ ചിലപ്പോൾ എക്സ്ട്രാ വർക്കുകളൊക്കെ ചെയ്യേണ്ടി വരും. ആ എക്സ്ട്രാ വർക്കിന് ചിലപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള റെമ്യൂണറേഷൻ കിട്ടണമെന്നോ റിവാർഡ് കിട്ടണമെന്നോ ഇല്ല. അപ്പോൾ അതൊക്കെ അവർ ഇറക്കുന്ന എഫേർട്ട്, എംപ്ലോയീസ് ഇറക്കുന്ന എഫേർട്ടിന് തിരിച്ച് നല്ലൊരു റിട്ടേൺ ചിലപ്പോൾ അവർക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അതൊക്കെ അവർ ആ വർക്ക് ചെയ്ത് കൊടുത്ത് അതിലൊരു അൺസാറ്റിസ്ഫാക്ടറി ആയിട്ട് ഉണ്ടാവും. ഓക്കെ, അതും ഒരു പ്രോബ്ലമാണ് BPRന്. പറയുന്ന ഇൻഎബിലിറ്റി ടു മെഷർ ഇംപ്രൂവ്മെൻറ്റ്. നമുക്ക് ഈ പറയുന്ന BPRൽ ഇംപ്രൂവ്മെൻറ്റ് അതൊക്കെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് മെഷർ ചെയ്യാൻ അതിനുള്ള ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ആണെങ്കിൽ നമുക്ക് ഒരു റിസൾട്ട് വരുന്ന സമയത്ത് എത്രത്തോളം സക്സസ്ഫുൾ ആയി ഇല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ആയോ ഇല്ലയോ എന്നൊക്കെ നോക്കണ്ടേ. അത് മെഷർ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയ എക്സാമ്പിൾ എന്ന് പറയും, ദ എമൗണ്ട് ഓഫ് മണി സേവ്ഡ് ഡ്യൂ ടു കോസ്റ്റ് റിഡക്ഷൻ ബൈ മോഡിഫൈങ് എ പ്രോസസ്സ്. അപ്പം നമുക്ക് ഒരു കോസ്റ്റ് റിഡക്ഷൻ ചെയ്യുന്ന രീതിയിൽ, അതായത് ചിലവ് ചുരുക്കിക്കൊണ്ട് നമ്മൾ വേറൊരു മെത്തേഡിലേക്ക് നമ്മൾ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് എങ്ങനെയാണ് അത് മെഷർ ചെയ്യുക, അതായത് ഇത്ര രൂപയ്ക്ക് ചിലവ് കുറഞ്ഞു അല്ലെങ്കിൽ ഏത് മെത്തേഡ് എടുത്ത് ആ മെത്തേഡിന് എത്ര രൂപയിൽ നിന്ന് വ്യത്യാസം വന്നിട്ടാണ്, നമ്മൾ പഴയ വർക്ക് ചെയ്യുമ്പോൾ എത്ര രൂപ വന്നു, ഇപ്പോൾ പുതിയതായി ചെയ്യുന്ന സമയത്ത് എത്ര ബെനിഫിറ്റ് കിട്ടി, സമയം ലാഭിച്ചു, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയും. ചിലപ്പോൾ ക്വാളിറ്റി കൂടി, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില കേസുകളിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ചിലപ്പോൾ മെഷർ ചെയ്യാൻ കിട്ടണമെന്ന് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നു. പിന്നെ ലാക്ക് ഓഫ് അഡിക്വേറ്റ് റിസോഴ്സസ്. നമ്മൾ യൂസ് ചെയ്യുന്ന റിസോഴ്സസ് കറക്റ്റായിട്ട് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ആ ചൂസ് ചെയ്യുന്നത് കറക്റ്റ് ആവാതെ ഇരുന്നാൽ, അപ്പോൾ ആ ഒരു റിസോഴ്സ് നമുക്ക് കിട്ടാതിരിക്കുക, ഷോർട്ടേജ് വരിക, അല്ലെങ്കിൽ എന്താ അതിന് പറയുക, റിസോഴ്സ് ആർ നോട്ട് അവൈലബിൾ അറ്റ് ദ സ്റ്റേജ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻസ് ഓഫ് ദ റീ എഞ്ചിനീയറിംഗ് പ്രോസസ്സ്. റീ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ ഓൾറെഡി പ്ലാൻ ഇടും, പക്ഷേ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് റിസോഴ്സസ് ഇല്ലാതിരിക്കുക, അങ്ങനെ വന്നാലും അതൊരു പ്രോബ്ലം. പിന്നെ ലാക്ക് ഓഫ് എംപ്ലോയി അവയർനെസ്. എംപ്ലോയീസിന് അവയർനെസ് ഇല്ലാതിരുന്നാലോ ഈ പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചോ അതല്ലെങ്കിൽ ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നതിനെ കുറിച്ചോ നമുക്ക്, അതായത് നോളേജ് ഇല്ല എന്ന് പറഞ്ഞില്ല, അതേപോലെ തന്നെയാണ് ഇതും വേറൊരു വേർഡിൽ ഒരു ടേമിൽ പറഞ്ഞേ ഉള്ളൂ, ഏത് അവയർനെസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എംപ്ലോയീസിന് ഇതിനെക്കുറിച്ചിട്ട് അവയർനെസ് ഇല്ലെങ്കിലും ഈ BPR അത്രത്തോളം സക്സസ്ഫുൾ ആവണമെന്നില്ല. പിന്നെ ഫിയർ ഓഫ് ഫെയിലിയർ. അതായത് ഫെയിലിയർ ആവും, പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ ചിലവർക്ക് ഉണ്ടാവില്ലേ, പുതിയതായിട്ട് ചെയ്യണോ, ഇത് ഫെയിലിയർ ആവോ എന്നൊരു തോന്നലില്ലേ. അങ്ങനെ തോന്നിയാൽ തന്നെ നമുക്ക് എന്താവും, ഫെയിലിയർ തന്നെ സംഭവിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും അറിയാം, ഫെയിലിയർ എന്ന് പറയുന്നത് സക്സസിൻ്റെ ഒരു ചവിട്ടുപടിയാണ്. ആണെങ്കിൽ നമുക്ക് ഫെയിലിയർ ആയിട്ട് നമ്മൾ പോവില്ല. ഒരു തോൽവി എന്ന് പറഞ്ഞാൽ വിജയത്തിൻ്റെ ഒരു ചവിട്ടുപടി തന്നെയാണ്. നമ്മൾ വീണ്ടും സക്സസ്ഫുൾ ആവാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യും എന്ന് പറയും. പക്ഷേ എന്നാലും ഒരു പേടി വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് എന്താവണം എന്നില്ല, സക്സസ് ആവണമെന്നില്ല എന്നാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ BPRൽ പുതിയ കാര്യങ്ങൾ ഇന്നോവേഷനായിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തിങ്ക് ചെയ്യാനൊക്കെ ചിലപ്പോൾ അവർ അതൊന്ന് പുറകോട്ടൊന്ന് ചിലപ്പോൾ പോയേക്കാം. അതായത് ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താൽ അത് സക്സസ് ആവില്ല, ഫെയിലിയർ ആയി പോയാലോ എന്നുള്ളൊരു പുറകോട്ട് എന്താ പറയുക, അങ്ങനെ തിങ്ക് ചെയ്യുക എന്നുള്ളതില്ല. പുതിയതായിട്ട് ഇന്നോവേഷൻ ഒന്നും കണ്ടുപിടിക്കാൻ ചിലപ്പോൾ തോന്നണമെന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ട് BPRൻ്റെ ചലഞ്ചസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് BPRൻ്റെ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗിൻ്റെ ചലഞ്ചസ് അല്ലെങ്കിൽ പ്രോബ്ലം അല്ലെങ്കിൽ എന്താ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? ഇപ്പോൾ എന്തായാലും ഈ ഓരോ പോയിന്റും എഴുതുക. ഞാൻ പറയുന്നതിൽ മീനിങ് വെച്ചിട്ട് അതിൽ ഓൺ വേർഡ്സ് ആയിട്ട് എഴുതിയാലും മാർക്ക് കിട്ടും. അപ്പോൾ ഈ പോയിന്റുകൾ മറക്കരുത്.
Okay, thank you. See you in the next video class.